ബേസ് ആണ് ഇവന്റെ മെയിൻ അല്ലേ? അതെത്ര 10 വർഷം മുമ്പേ അല്ലേ? സുസുക്കി തന്നെ ഏതാണ്ട് 2 വർഷം മുമ്പേണോ വന്നത്? ഡോർ ഹാൻഡിൽസില് ക്രോം ഫിനിഷ് ഇതുവരെ ഫെയ്ഡ് ആയിട്ടില്ല. ഞാനിതാണ് ആദ്യം ശ്രദ്ധിച്ചത്. ഭംഗിയല്ലായിരുന്നു ശരിക്കും ആളുകൾ ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ ആസ്പെക്ടിൽ കാണാതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ആ ഇടയിൽ നമ്മുടെ ഇന്ത്യൻസിനെ പൊതുവെ ഈ ഫ്രണ്ട് ഫേസ് ഉണ്ടല്ലോ, ഒരു സ്മൈലി ഫേസ് ഒക്കെ വേണം. ഇതില്ലല്ലോ മാക്രി പോലെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോ അറിയാം. വിങ്സ് ഒക്കെ നല്ല ഷോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു മിക്രയുടെ ഒരു ലുക്കാണ്. പക്ഷെ മൈക്രോ ഒരുപാട് ഓടിയോ? മൈക്രയുടെ കൂടെ ഇതുപോലെ ഒരു റെനോ വേരിയന്റ് ഉണ്ടായിരുന്നു. സുഹൃത്തിനൊപ്പം ഒരു പ്രോപ്പർട്ടി കാണാൻ പോയതാണ്. അപ്പോഴാണ് പഴയ ഓർമ്മകളിലെ നിസാൻ സണ്ണിയുടെ പരസ്യവും നിസാൻ സണ്ണിയുടെ അതേ രൂപവും ഭാവവും ഉള്ള റെനോ നിസാൻ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായിട്ടുള്ള റെനോ സ്കാല. ഒത്തിരി നൊസ്റ്റാൾജിയുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഫാമിലി ആണെങ്കിലും ഒരു കാല് പ്രായമുള്ള ആളുകൾ വെച്ചോ, അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ലോങ് ഡ്രൈവിൽ കാല് നീട്ടി വെച്ചിരിക്കുക. പിന്നെ ഈവൻ ഇപ്പം ഒരു ചില്ലിങ് ഫ്രണ്ട്സ് ആയിട്ട് പോകണമെങ്കിലും ഇതുപോലൊരു സൗകര്യം വണ്ടിയില്ല. ബാക്കില് 3 പേര് സുഖമായിട്ടിരിക്കാം. അങ്ങനെ പല പല ഫീച്ചേഴ്സ്, സ്റ്റീരിയോ ആണെങ്കിലും കമ്പനി ഫിറ്റഡ് ആണെങ്കിലും ഭയങ്കര ആ സമയത്തുള്ള 2013 12 ആ സമയത്തുള്ള വളരെ ക്വാളിറ്റിയുള്ള അന്ന് പിന്നെ ഹോണ്ട സിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ വീൽ ബേസ് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ക്യാബിൻ സ്പേസ് നമ്മൾ അകത്തിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ലക്ഷറി സെഡാനിലിരിക്കുന്ന ഒരു ഫീൽ. ആക്ച്വലി ഇത് പാസഞ്ചർ വെഹിക്കിളാണ്. ഡ്രൈവേഴ്സ് പോലെ ഇതൊരു പാസഞ്ചർ വെഹിക്കിളാണ്. പിന്നെ ഇതുപോലും 85 PS ആണെങ്കിലും ഒരു ഡ്രൈവ് 85 PS ആണെങ്കിലും പക്ഷേ ഒരു ഡസ്റ്ററിൽ ഇരിക്കുന്ന സെയിം എഞ്ചിൻ അല്ലേ? ഡസ്റ്ററിൽ 2 എഞ്ചിനുണ്ട്. 85 PS ഉണ്ട്. 102 അതെനിക്ക് തോന്നുന്നു മറ്റേ ബോത്ത് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നല്ലോ. അത് ഡസ്റ്റർ, നിസാൻ മൈക്ര. പിന്നെ അവരുടെ സസ്പെൻഷൻ ശരിക്കും ഞാൻ ഡ്രൈവറിൽ പോലും ഫാനാണ്. കാരണം അത്ര ചെറിയ വണ്ടിയായിട്ട് പോലും, വില കുറഞ്ഞ വണ്ടിയായിട്ട് പോലും നല്ല സസ്പെൻഷൻ. അത് എനിക്ക് തോന്നുന്നു റെനോയുടെ ഒരു ട്രേഡ് മാർക്കാണ്. ഇവരെ എഞ്ചിനും സസ്പെൻഷനും ബിൽഡും ഇത്രയും. ഇപ്പൊ എന്റെ വണ്ടി പറയുകയാണെങ്കിൽ ഞാൻ ഡീസൽ ഇപ്പൊ ഇത് എത്ര ലക്ഷമായി? 1 ലക്ഷം. എഞ്ചിൻ സൈഡ് ഒരു പ്രശ്നങ്ങളും സൗണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ സൗണ്ട് നിൽക്കത്തില്ല. മാത്രമല്ല എന്റെ കൂളിംഗാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്റെ വണ്ടിയുടെ നല്ല പുതിയ വണ്ടിയാണ്, അതിനേക്കാളും നല്ല കൂളിംഗ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും വല്ല കംപ്ലൈന്റ് ഉണ്ടാവും, ഡൗട്ട് ഉണ്ടായിട്ട്. ഒരു കംപ്രസർ ഇത് പോയി, അതിന്റെ ഒരു കോയില് പോയി, പിന്നെ അത് മാറ്റി. ഇത്രയും വർഷമായിട്ട് നല്ല സസ്പെൻഷൻ ഒന്നും ഇത്രയും പഴയ വണ്ടിയാണെന്നേ തോന്നുന്നില്ല. പിന്നെ ഏറ്റവും പ്രത്യേകത റയർ സീറ്റാണ്. റയർ സീറ്റിൽ ഒരാളിരുന്ന് കംഫർട്ട് പോയത് തന്നെ വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയും കൊണ്ട് യാത്ര ചെയ്യാനായിട്ട്. എന്റെ ശോഭരാജിൽ മാത്രമേ കണ്ടുള്ളൂ ഈ സൗകര്യം. ഭംഗിയല്ലായിരുന്നു ശരിക്കും ആളുകൾ ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ ആസ്പെക്ടിൽ കാണാൻ കൊണ്ടുപോകാനുള്ള പാടപ്പുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ആ ഇടയിൽ നമ്മുടെ ഇന്ത്യൻസിനെ പൊതുവെ ഈ ഫ്രണ്ട് ഫേസ് ഉണ്ടല്ലോ, ഒരു സ്മൈലി ഫേസ് ഒക്കെ വേണം. ഇതില്ലല്ലോ മാക്രി പോലെ ഫ്രണ്ട് കൊച്ചുവണ്ടി. സൈഡ് പ്രൊഫൈൽ കാണുമ്പോ അറിയാം. വിങ്സ് ഒക്കെ നല്ല ഷോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. വണ്ടി ഒന്നുമില്ല, ഒരു മിക്രയുടെ ഒരു ലുക്കാണ്. പക്ഷെ മൈക്രോ ഒരുപാട് ഓടിയോ? മൈക്രയുടെ കൂടെ ഇതുപോലെ ഒരു റെനോ വേരിയന്റ് ഉണ്ടായിരുന്നു. നല്ലൊരു നല്ല പേരൊക്കെ ആയിരുന്നു അത്. റെനോ പൾസ്. യെസ് പൾസ്. എനിക്ക് തോന്നുന്നു ഈ 2 സാധനം വെച്ചവർ 2 കമ്പനിയും അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചു ഇന്ത്യയില്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ശരിക്കും അല്ലേ 2 വാഹനങ്ങളെ വെച്ച്. റെനോയുടെ അടുത്ത ഡസ്റ്ററിന്റെ അടുത്ത കാലം വരുന്നുണ്ട്. അതെല്ലാം മാഗ്നൈറ്റ് ഹിറ്റായി, മാഗ്നൈറ്റ് മാർക്കറ്റിൽ പിടിച്ച്. ഈ മാഗ്നൈറ്റിനെ പറ്റി പറയുന്നതേ, മാരുതിയുടെ ഏറ്റവും ചെറിയ വണ്ടികൾ വരെ മാഗ്നൈറ്റിന്റെ വില കൂടുതലാണ്. മാഗ്നൈറ്റ് ഒരു നല്ല
പ്രോപ്പർട്ടി പോയി കണ്ട സ്ഥിതിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി വന്നിട്ട് തിരുവനന്തപുരം കാട്ടാക്കട റോഡിൽ പേയാട് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം കരിപ്പൂർ എത്തുന്നതിന് മുന്നേ ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ഈ പെട്രോൾ പമ്പ് എത്തുന്നതിന് കുറച്ച് മുന്നേ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു സ്വയംഭൂ മാതാ ശ്രീ വിശ്വംഭരി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ആ റോഡ് ഡൈവേർട്ട് ചെയ്ത് നേരെ ഏകദേശം ഒരു 150 മീറ്ററിൽ ഫുള്ളി റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. ഏകദേശം 10 സെൻറ്റ് പുരയിടവും ഒരു 2 നില വീടും ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് വിഷ്വൽസും കൂടെ അതിനകത്ത് കാണിക്കാം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് സെല്ലറെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതിനകത്ത് മീഡിയേറ്റർ ഒന്നുമില്ല. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഈ പ്രോപ്പർട്ടിയുടെ സെല്ലറുടെ നമ്പറാണ്.